കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ ട്രിനിറ്റി ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഫിലിപ്പിയ ലേഖനത്തെക്കുറിച്ച് എല്ലാ തിങ്കളാഴ്ചയും 9:30 മുതൽ 10 മണി വരെ നാം പഠിച്ചു വരികയാണ്. ഏതാണ്ട് ആ പഠനത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയും ആദ്യത്തെ ചില വാക്യങ്ങൾ നാം ചിന്താവിഷയമാക്കുകയും ചെയ്തു. വിശിഷ്യ ഫിലിപ്പിയ സഭയോടുള്ള ബന്ധത്തിൽ പൗലൂസിൻ്റെ ആ സ്നേഹവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ആയതിനെക്കുറിച്ചൊക്കെ നാം ചിന്തിക്കുകയുണ്ടായി. ശേഷം ഫിലിപ്പിയരിൽ ദൈവം ആരംഭിച്ചിരിക്കുന്ന ആ നല്ല പ്രവൃത്തി, അതിനെക്കുറിച്ച് പൗലൂസ് പറഞ്ഞു അത് ഒടുവോളം ദൈവം തികയ്ക്കും എന്നുള്ളതിനെ ആസ്പദമാക്കി നമ്മൾ ചിന്തിച്ചു. മാത്രമല്ല, ഫിലിപ്പിയ സഭ പൗലൂസിനോട് കാണിച്ച കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ, പങ്കാളിത്തത്തോടുള്ള ബന്ധത്തിൽ ചില ചിന്താവിഷയങ്ങൾ നാം ഓർപ്പിക്കുകയുണ്ടായി, ചിന്തിക്കുകയുണ്ടായി. ഇപ്പോൾ പൗലൂസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ ആധാരമാക്കിക്കൊണ്ടാണ് 9-ാമത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചത്. പൗലൂസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ചില വാക്കുകൾ ഞാൻ ഓർപ്പിച്ചു. വിശിഷ്യ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നാം ചിന്തിച്ച് വരുന്നത്. ആ ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ച് വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചു മാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ക്രിസ്തുയേശുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലൂസിൻ്റെ പ്രാർത്ഥനയിൽ ഫിലിപ്പിയ വിശ്വാസികൾ എങ്ങനെ ആയിത്തീരണം എന്നുള്ളതിൻ്റെ അതിപ്രധാനമായ 4 ചിന്തകൾ ഇതിനകത്തുണ്ട്. അവരുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിക്കണം. സമൃദ്ധിയായ സ്നേഹം ഈ വിശ്വാസികൾക്കുണ്ടാകണം. മാത്രമല്ല, അത് ദൈവിക പരിജ്ഞാനത്തിലും വിവേകത്തിലും നിറഞ്ഞ് കവിയുന്ന സ്നേഹമായിരിക്കണമെന്ന് പൗലൂസ് അവിടെ പ്രസ്താവിക്കുന്നു. അപ്പോൾ തന്നെ അങ്ങനെയുള്ള പരിജ്ഞാനവും വിവേകവും സ്നേഹത്തിൻ്റെതായിരിക്കുന്ന സമൃദ്ധിയും ഇവർ പ്രാപിക്കുമ്പോൾ തന്നെ ഭേദാഭേദങ്ങളെ ഇവർ വിവേചിക്കുന്നവരായിരിക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്നാമത്തേത് സ്നേഹം വർദ്ധിക്കണം. 2, ഇവര് ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായിരിക്കണം. തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസം ഇവർ മനസ്സിലാക്കണം. 3, ഇവർ ആരായിരിക്കണം? നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. ക്രിസ്തുവിൻ്റെ നാളിൽ ആ വരവിൽ ഇവര് ദൈവസന്നിധി നിർമ്മലന്മാരായിരിക്കണം. അപ്പോൾ തന്നെ ഇടർച്ചയില്ലാത്തവരായിരിക്കണം. പോരാ, ഒരു കാര്യം കൂടെയാണ് പൗലൂസ് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത്, നീതിയുടെ ഫലം നിറഞ്ഞവരായിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ, 4 ചിന്താവിഷയങ്ങളാണ് പൗലൂസിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഫിലിപ്പിയ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ താൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഫിലിപ്പിയരോടുള്ള ബന്ധത്തിൽ പൗലൂസിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതിരറ്റ തൻ്റെതായ ആർദ്രതയെക്കുറിച്ചും തന്നെ സഹായിച്ച അഥവാ തന്നോട് കൂട്ടായ്മ കാണിച്ച സഭയോടുള്ള
തൻ്റെ വാത്സല്യത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം എന്ത് ചെയ്യണം? അത് കവിയുന്നൊരനുഭവമായി തീരണം. കണ്ടോ, പൗലോസ് ഓർപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. സ്നേഹം കവിയുന്നൊരനുഭവത്തിലേക്ക് വരണം. ഒരു ഭാഷാന്തരത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: മറ്റുള്ളവരോടുള്ള സ്നേഹം നിങ്ങളിൽ അധികം നിറഞ്ഞു കവിയണം. സ്നേഹം അത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയല്ല, നിറഞ്ഞ് കവിയുന്ന ഒരനുഭവം സ്നേഹത്തിനുണ്ടാകണം. സ്നേഹം നിറഞ്ഞ് കവിയണം. ഒന്നുകൂടെ പറഞ്ഞാൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അത് പൗലോസ് ഇവിടെ വ്യക്തമായി ഓർപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. വിശിഷ്യ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ മറ്റു ചില വേദഭാഗങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിച്ചാൽ വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയത്തിന് പരിമിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനം 1:18 മുതൽ 19 വരെ, കൊലോസ്യ ലേഖനം 1:9 ഈ ഭാഗങ്ങളിൽ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികൾ പരിജ്ഞാനത്തിലും ആത്മീകമായ ഉൾക്കാഴ്ചയിലും വർദ്ധിച്ചു വരുവാൻ താൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. ഈ രണ്ട് ഭാഗങ്ങൾ എടുത്ത് നാം പഠിക്കുമ്പോൾ ആ നിലകളിൽ വിശ്വാസികൾ വളരണം, നിറഞ്ഞ് കവിയണം എന്നുള്ളത് പൗലോസ് ഓർപ്പിക്കുന്ന ഭാഗമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്നേഹം എന്നതിൻ്റെ ഗ്രീക്ക് പദം അഗാപ്പെ എന്നുള്ളതാണ്. അഗാപ്പെ എന്ന് പറയുന്ന ആ ഗ്രീക്ക് പദത്തിന് ശുഭചിന്ത മാത്രം വിടരുന്ന സ്നേഹം. ഒന്നുകൂടെ പറഞ്ഞാൽ ഉച്ചനീചമില്ലാത്ത, പക്ഷാഭേദമില്ലാത്ത ദിവ്യ സ്നേഹത്താലാണ് വിശ്വാസികൾ വളർന്ന് പക്വതയിലേക്ക് എത്തേണ്ടത്. ആ സ്നേഹത്തിൻ്റെ ആ ഭാവമൊന്ന് ചിന്തിച്ച്, ഉച്ചനീചത്വമില്ലാത്ത ആ നിലയിൽ പ്രത്യേകിച്ച് സ്തോത്രം പക്ഷപാതമില്ലാത്ത ആ ദിവ്യ സ്നേഹത്തിൻ്റെ അളവ് നമ്മിൽ വർദ്ധിച്ച് പരിപൂർണമായ പക്വതയിലേക്ക് നാം ദിനംതോറും വളരുന്നവരായിരിക്കണം, നിറഞ്ഞ് കവിയുന്നവരായിരിക്കണം എന്നാണ് പൗലോസ് നമ്മെക്കുറിച്ച് പ്രത്യേകിച്ച് ഫിലിപ്പിയിലെ വിശ്വാസികളോട് ഓർപ്പിക്കുന്ന ഒരു ഭാഗം. നമുക്കറിയാം, ഇത് സമൃദ്ധിയായിട്ട് വളരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹത്തിൻ്റെ ഉറവിടം മറ്റാരുമല്ല, ദൈവം തന്നെയാണ്. സ്നേഹത്തിൻ്റെ ഉറവിടം ആരാ? ദൈവം തന്നെയാണ്. ദൈവം സ്നേഹത്തിൻ്റെ ഉറവിടമായതുകൊണ്ട് ഇതെത്രയും വർദ്ധിക്കാമോ അത്രത്തോളം വർദ്ധിക്കുവാനായിട്ട് കഴിയും. കാരണം ഇതിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ്. നദിയിൽ വെള്ളം നിറഞ്ഞ് കരകവിഞ്ഞൊഴുകുന്നത് പോലെ സ്നേഹം നമ്മിൽ നിന്ന് എന്ത് ചെയ്യണം? കരകവിഞ്ഞ് ഒഴുകുന്ന ഒരനുഭവം ഉണ്ടാകണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനും പഠിക്കുവാനുമായിട്ട് കഴിയും. സ്തോത്രം. വൈകാരിക അനുഭൂതിയുടെ അടിസ്ഥാനത്തിലുള്ള സ്നേഹം നമുക്ക് പലതും കാണുവാനായിട്ട് കഴിയും. എന്തെങ്കിലും കിട്ടുമ്പോഴുള്ള സ്നേഹം സവിസ്താരമായി ഞാൻ വിസ്തരിക്കുന്നില്ല. നമുക്കറിയാം, മനുഷ്യൻ്റെ സ്നേഹം അങ്ങനെയൊക്കെയാണ്. വൈകാരികമായ പുറമേയുള്ള രൂപങ്ങളിലും ഭാവങ്ങളിലും ചിന്തകളിലും ആ ചിന്താഗതികളിലുമൊക്കെയുള്ള സ്നേഹമാണ് എവിടെ തിരിഞ്ഞാലും നമുക്ക് കാണുവാനും കണ്ടെത്തുവാനുമായിട്ട് കഴിയുന്നത്. എന്നാൽ വൈകാരിക മനോഭാവത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹമല്ല, മറിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന അടിസ്ഥാനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ആ സ്നേഹത്തിൽ വിശ്വാസികൾ ദിനം പ്രതി വളർന്നു വരുന്നവരായി തീരണം. ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹം സ്വാർത്ഥത വെടിയുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിൽ വൈകാരികതയില്ല. പിന്നെയോ ഹൃദയത്തിൻ്റെ ആഴത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരർപ്പണ
അർപ്പണമാണ് ആ സ്നേഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ നിലകളിലുള്ള സ്നേഹത്തിൽ നാം എന്ത് ചെയ്യണം? ദിനംതോറും വളർന്നു വരേണം, വർദ്ധിച്ചു വരേണം. ഒന്നുകൂടെ പറഞ്ഞാൽ നിറഞ്ഞ് കവിയുന്നവരായി തീരണം. സ്തോത്രം എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ആ സ്നേഹത്തിൽ നിറഞ്ഞ് കവിയുമ്പോൾ, വളർന്നു വരുമ്പോൾ ഒരു പ്രത്യേകത അവിടെയുണ്ട്. സകലവിധ വിവേകത്തിനും വേണം ഇത് വളരുവാൻ. എങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹം വളരുകയല്ല, അതിൻ്റെ സംബന്ധിച്ചിടത്തോളം അഗാധമായൊരു ഉൾക്കാഴ്ച അഥവാ അവബോധം എന്നൊക്കെ വേണമെങ്കിൽ ഭാഷാന്തരം ചെയ്യാം. ഈ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊരു ഉൾബോധവും ഒരു അവബോധവും ഒക്കെ ശക്തമായ നിലയിൽ ഉണ്ടായിരിക്കണം. ആ നിലകളിലുള്ള വിവേകത്തിൽ വേണം ഈ സ്നേഹം എന്ത് ചെയ്യുവാൻ? വളർന്നു വരുവാൻ. സ്തോത്രം. ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഏതൊക്കെ പ്രശ്നങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ അകത്തുള്ള ദൈവികമായ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായിരിക്കുന്ന അനുഭവം അവരിൽ വ്യാപരിച്ചിട്ട് സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നത്, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിൽ ശക്തമായി വെളിപ്പെടുമ്പോൾ, അത് പരിജ്ഞാനത്തോടും പ്രത്യേകിച്ച് സകല വിവേകത്തോടും കൂടെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിശ്ചയമായും എല്ലാ തിന്മകൾക്കും അപ്പുറത്ത് എല്ലാറ്റെയും മറികടന്ന് തൻ്റെ സഹോദരനെ വാത്സല്യത്തോടെ ആശ്ലേഷിക്കുവാൻ, സ്നേഹിക്കുവാൻ കഴിയുമെന്നുള്ളത് ഇവിടെ പൗലോസ് അവരെ വെളിപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗമായിട്ട് നമുക്ക് കരുതുവാൻ കഴിയും. സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ഒരധ്യായം തന്നെ പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 13-ാം അധ്യായം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അധ്യായമാണ്. 12-ാം അധ്യായവും, ക്ഷമിക്കണമേ, 2 കൊരിന്ത്യരല്ല, 1 കൊരിന്ത്യർ, 1 കൊരിന്ത്യർ അതിൻ്റെ 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണ്. 12-ാം അധ്യായം കൃപാവരത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. 14-ാം അധ്യായം കൃപാവരത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. എനിക്ക് ആ ഭാഗം പഠിച്ചപ്പോൾ സന്തോഷം തോന്നിയൊരു കാര്യം, നീ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിലൊക്കെ സംസാരിച്ചാലും, പ്രത്യേകിച്ച് 12-ാം അധ്യായത്തിൽ ഞാൻ ഏറ്റവും അധികം അന്യഭാഷകളിൽ സംസാരിക്കുന്നെന്നും അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് തന്നെ സംസാരിക്കുന്നു എന്നും ഭാഷാവരത്തെക്കുറിച്ചും പ്രവചനവരത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കൃപാവരങ്ങളെക്കുറിച്ചും പൗലോസ് വെളിപ്പെടുത്തുകയാണ്. 14-ാം അധ്യായത്തിലും അതേ കൃപാവരങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. ആമേൻ. ബ്രെഡ് 2 കഷ്ണം എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ജാം തേച്ച് അത് ചേർത്ത് വെച്ച് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? കഴിച്ചിട്ടില്ലേ? നാം കഴിച്ചിട്ടുള്ളതാ. ഒരു ബ്രെഡിൻ്റെ കഷ്ണം എടുത്ത് ജാം എടുത്ത് നല്ലതുപോലെ തേച്ച് അടുത്ത ബ്രെഡ് കഷ്ണം കമത്തി വെച്ച് അത് കടിച്ചു തിരുന്നത് ഒരു നല്ല അനുഭവമാണ്. ഇത് പറയുന്നത് ഇതുപോലെ തന്നെ കൃപാപരമാകുന്ന ബ്രെഡ് 2 അധ്യായങ്ങളിൽ ഇവിടെ നാം കാണുന്നു. അപ്പോൾ അതിന് നടുക്കൊരു ജാം തേച്ച് പിടിപ്പിക്കുകയാണ്. എന്താണ് ഈ ജാം? അതാണ് സ്നേഹം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന ആ ഭാഗം നമ്മൾ പഠിച്ചു നോക്കിയാൽ ഈ കൃപാവരത്തോടുകൂടെ ചേർത്ത് ജാം നല്ലതുപോലെ തേച്ച് ഇത് ഒരുമിച്ച് കൂട്ടി ഇതങ്ങോട്ട് ഭക്ഷിക്കാൻ തുടങ്ങിയാൽ രുചികരമാണ്. ഇത് എന്തിനെ വെളിപ്പെടുത്തുന്നു വെച്ചാൽ സ്നേഹത്തിൻ്റെ ആ ശ്രേഷ്ഠതയെക്കുറിച്ച് പൗലോസ് പറഞ്ഞ ഭാഗമാണ്. ഇത് തന്നെയാണ് ഫിലിപ്പിയിലെ വിശ്വാസിയോട് പറയുന്നത്. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞു കവിയണം, പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ അതെന്ത് ചെയ്യണം? വർദ്ധിച്ചു വരേണം. മാത്രമല്ല താൻ പറയുകയാണ്, ഭേദാഭേദങ്ങളെ നിങ്ങൾ വിവേചിക്കുന്നവരായിരിക്കണം. 2ാമത്തെ കാര്യം അതാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കും, സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പമാറാകണം. ഉണ്ടോ?
ശ്രദ്ധിക്കണമേ, ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ അതിന്റെ ഗ്രീക്ക് പദം ഡൊക്കിമാസോ എന്നൊരു പദമാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലതും ചീത്തയും, വേണ്ടതും വേണ്ടാത്തതും, ഗുണമുള്ളതും ഗുണമില്ലാത്തതും, സ്വീകരിക്കേണ്ടതും തള്ളേണ്ടതും തിരിച്ചറിയുക. എല്ലാം ഒരുപോലെ ചേർത്ത് വെച്ചോണ്ട് പോകുകയല്ല. ഭേദാഭേദങ്ങളെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയണം, ഗുണമുള്ളതും ഗുണമില്ലാത്തതും തമ്മിൽ തിരിച്ചറിയണം. വേണ്ടാത്തതും വേണ്ടതും എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുകയല്ല. ഇതെല്ലാം ഒന്ന് സസൂക്ഷ്മം തിരിച്ചറിയുന്ന ഒരനുഭവം നമുക്കുണ്ടായാൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ, ആ നിലകളിൽ തിരിച്ചറിയുക, വിവേചിക്കുക, പരിശോധിക്കുക. വിശ്വാസത്തോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഭേദാഭേദങ്ങളെ, സ്വീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടാത്തതുമായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ വിവേചിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എല്ലാവരുടെയും ചാടിക്കയറി സ്വീകരിക്കുന്നവരായിരിക്കരുത്. മറിച്ച് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക, തള്ളേണ്ടതിനെ തള്ളുക, കൊള്ളേണ്ടതിനെ കൊള്ളുക. നമുക്കറിയാം, ഈ സഭകളിലൊക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം എന്താ? ഈ നിലകളിലുള്ള വിവേചന അനുഭവമില്ലാത്തത് കൊണ്ടാണ്, വിവേചനത്തിൻ്റെ കഴിവുകേട് കൊണ്ടാണ് പല വിഭാഗീയതകളും സഭകളിൽ സ്ഥാനം പിടിക്കുന്നത്. ഒരു വശം ചേർന്ന് നിന്നുകൊണ്ട് പലപ്പോഴും ഈ നിലകളിലുള്ള വിഭാഗീയതകളും ചിന്താഗതികളും തമ്മിലുള്ള പോരുകളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞാൻ പറയാം. ഭേദാഭേദങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കി ശരിയായ അനുഭവത്തിൽ, ഒന്നുകൂടെ പറഞ്ഞ തള്ളേണ്ടതിനെ തള്ളി കൊള്ളേണ്ടതിനെ കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ശരിയായ നിലയിൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. അത് പൗലോസ് വ്യക്തമായി ഇവിടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായിരിക്കണം. വിവേചിക്കുക. യവനായ ഭാഷയിലെ അർത്ഥം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളെ പരിശോധന വിധേയമാക്കി അംഗീകരിക്കുക. വിവേചിക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ചുമ്മാ കയറി അംഗീകരിക്കുക എന്നുള്ളതല്ല. പരിശോധന വിധേയമാക്കി, മാറ്റുരച്ച് നോക്കി, ഒന്നുകൂടെ പറഞ്ഞാൽ ശോധന ചെയ്ത് മാറ്റുരച്ച് അതിനെ ഗ്രഹിക്കുന്നവരായിരിക്കണം. റോമാലേഖനം 2:18 അതിനോട് ചേർന്നൊരു വാക്യം കൂടെ കാണാൻ കഴിയും. ഭേദാഭേദങ്ങളെ വിവേചിക്കുക, കാര്യങ്ങളെ മാറ്റുരയ്ക്കുക, അതിനെ മനസ്സിലാക്കുക, അതിനെ വിവേചിക്കുക, അതിനുശേഷം അതിനെ എന്ത് ചെയ്യുക? ദൈവവചനപ്രകാരം അംഗീകരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണമെന്ന് ഫിലിപ്പിയിലെ വിശ്വാസികളോട് എന്ത് ചെയ്യുക? പറയുക. ആത്മീയവും സാൻമാർഗികവുമായ കാര്യങ്ങളെ വിലയിരുത്തുക. 1 തെസ്സലോനിക്കർ 5:21 വ്യാജമായതിനെ വകതിരിച്ച് സത്യമായതിനെ എന്ത് ചെയ്യുക? അംഗീകരിക്കുക എന്നതാണ് ആത്മീയ പക്വതയുടെ ലക്ഷണം. ആത്മീയ പക്വതയുടെ ലക്ഷണം എന്താ? വ്യാജമായതിനെ വകതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക വചനത്തിലെ സത്യത്തെ ഉൾക്കൊള്ളുവാൻ. ഇന്ന് സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിപ്പാൻ പലർക്കും സാധിക്കുന്നില്ല. അവർക്ക് ചേരുന്ന അതിനോട് ചേർന്ന് നിന്ന് സത്യമാണോ? അത് പറയാൻ പാടാണ്, എങ്ങനെ പറയാൻ പറ്റും? ഇന്നാരുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ എങ്ങനെ പറയാൻ പറ്റും? ഭേദാഭേദങ്ങളെ വിവേചിച്ച് സത്യത്തിനു വേണ്ടി നിൽക്കുവാൻ ഇന്ന് പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. എന്നാൽ ഫിലിപ്പിയിലെ വിശ്വാസത്തോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീക പക്വതയുള്ളവരായി, വിവേചനമുള്ളവരായി നിൽക്കണം. അതിന് ഈ വിവേചനം, ജനത്തെ ദൈവവചനത്തിലെ സത്യങ്ങളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്തീയ നേതൃത്വങ്ങളിൽ നിക്ഷിപ്തമാകുന്നു. ഇസ്രായേലിലെ പുരോഹിതന്മാർ ഈ കാര്യം ചെയ്യുന്നതിൽ വിഘ്നം വരുത്തി എന്ന കുറ്റത്തെ യെഹെസ്കേൽ ചൂണ്ടിക്കാണിക്കുന്നു. പഴയ നിയമ
പ്രവാചകന്മാരിലൂടെ ദൈവം പലപ്പോഴും ഇസ്രായേലിന്റെ നടുവിൽ ഇടപെട്ടത് നമുക്ക് പല പാഠങ്ങളിലൂടെ ചിന്തിക്കാനായിട്ട് കഴിയും. അതിലൊരു ഭാഗം ഞാൻ ധ്യാനിച്ചൊരു ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യെഹെസ്കേൽ പറഞ്ഞു, അവർ അശുദ്ധവും ശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിൽ ഭേദം കാണിക്കത്തക്കവണ്ണം കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. യെഹെസ്കേൽ 22:26. കണ്ടോ? അശുദ്ധമായതും വിശുദ്ധമായതും മലിനവും നിർമ്മലമായതും തമ്മിൽ അവരെന്ത് ചെയ്യുന്നില്ല? വേർതിരിക്കുന്നില്ല. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക. എൻ്റെ ശബത്തുകളെ അവരെന്ത് ചെയ്യുന്നില്ല? ഉള്ളതുപോലെ പ്രമാണിക്കുന്നില്ല, അവനനുസരിക്കുന്നില്ല. ക്രിസ്തീയ നേതാക്കന്മാർ ഈ പറയുന്ന ചില അനുഭവങ്ങൾക്ക്, പാപത്തിന് കുറ്റക്കാരായി ഇന്ന് സഭയ്ക്ക് ഈ കൂട്ടർ ഭീമമായ നാശം വരുത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ദൈവസഭയിൽ വിശുദ്ധിക്കും ദൈവകൃപയ്ക്കും ആത്മീയ അനുഭവങ്ങൾക്കും ഒരുപോലെ മുൻതൂക്കം കൊടുക്കേണ്ട സ്ഥാനത്ത് അശുദ്ധിക്കും മാലിന്യത്തിനുമൊക്കെ ഇടയുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. വിശ്വസ്തയോടെ വിശുദ്ധിക്ക് വേണ്ടി ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവദാസന്മാർ, ശുശ്രൂഷകളിൽ ശക്തരായി പ്രശോഭിക്കുന്നവർ, ഒരു പരിധി കഴിയുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, വിവിധങ്ങളായ അനുഭവങ്ങൾ, അവരുടെ കുടുംബപരമായ ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന അളവിൽ പലപ്പോഴും ശക്തി അതിൻ്റെതായ അളവിൽ നിന്ന് കുറഞ്ഞ് ക്ഷീണിച്ച് ദൈവത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കേണ്ട സ്ഥാനത്ത് പ്രവാചകനായ യെഹെസ്കേൽ പറഞ്ഞതുപോലെ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിൽ വേർതിരിക്കുന്നില്ല. ആ നിലകളിൽ പിന്നെ എല്ലാവർക്കും പറയാനൊരു വാക്യം കൂടെ ഉണ്ട്, കളയല്ലേ വളരട്ടെ, കൊയ്ത്തോളം വളരട്ടെ. അങ്ങനെ പറഞ്ഞാൽ നിർത്തിയിരിക്കുന്നത്. ഞാൻ എഴുമാന്തുരുത്തെന്ന് പറയുന്ന സ്ഥലത്ത് ചില വർഷങ്ങൾ ശുശ്രൂഷിച്ചതാണ്. അപ്പോൾ ഈ കൊയ്ത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഈ പല സ്ഥലങ്ങളിൽ സുവിശേഷ പ്രസംഗം നടത്താനായിട്ട് പോകും. ഈ കണ്ടം വഴി ഇങ്ങനെ ആ തോട് വഴിയൊക്കെ വളർത്തല്ലേ. അപ്പോൾ ഈ നെല്ല് നിൽക്കുന്ന പോലെ തന്നെ ഒരു സാധനം കണ്ടെത്തി നിൽക്കും. ഞാനോട് ചോദിച്ചു, അതിൻ്റെ പേരാണ് കപട. കപട എന്നാണ് അതിൻ്റെ പേര്. കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ദൂരെ നിന്ന് നോക്കി കണ്ടു കഴിഞ്ഞാൽ നെല്ല് പോലെ തന്നെയാണ് നിൽക്കും. നല്ലതുപോലെ അതങ്ങോട്ട് കുലച്ച് നിൽക്കുക, ഇങ്ങനെ നെല്ല് നിൽക്കുന്ന പോലെ നിൽക്കുക. പക്ഷേ സംഗതി കപടയാണ്. ഈ പുള്ളിയും കയറി നിൽക്കുക, ഞാനും കൊണ്ട് ഇതിനെ നടുക്ക്. നെല്ല് നല്ലതുപോലെ ഇങ്ങനെ കതിരായി, നമുക്കറിയാമല്ലോ, ഞാറ് കൊണ്ടുവന്നത് കതിരായി, അത് നല്ല മണിയായി ഇങ്ങനെ വിളഞ്ഞു നിൽക്കുക. എന്നെ കൊയ്തോ എന്ന് പറഞ്ഞ് വിളഞ്ഞു നിൽക്കുമ്പോൾ ഇതിന് നടുക്ക് ഈ പുള്ളി. പക്ഷേ ഈ പുള്ളിയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം, ഈ നല്ല മണി ഇങ്ങ് കുനിഞ്ഞാ നിൽക്കുന്നേ. നിറഞ്ഞ മണികൾക്കൊരു കുനിവുണ്ട്, പക്ഷെ ഇവൻ കുനിഞ്ഞല്ല, ഇവൻ നേരെയാണ് നിൽക്കുന്നത്. കവട, എൻ്റെ പേര് കപട എന്നാണ്. ഇവൻ കുനിയത്തില്ല, ജന്മം ചെയ്താൽ അവൻ കുനിയത്തില്ല. അവൻ്റെ നിപ്പ് കാണുമ്പോഴേ നമുക്കറിയാം. കണ്ടു കഴിഞ്ഞാൽ നെല്ലാന്നൊക്കെ തോന്നുമെങ്കിലും അവൻ്റെ നിപ്പ് കാണുമ്പോഴേ അറിയാം ഇവൻ കപടയാണ്. കാരണം ഇവൻ നേരെ മേളോട്ടാണ് നിൽക്കുന്നത്. അകത്ത് വല്ല ഉള്ളവനാ കുനിയത്തുള്ളൂ. സ്തോത്രം. അകത്തൊന്നുമില്ലേ, അവൻ കപടയാ. അങ്ങനെയുള്ള ഒത്തിരി കപടന്മാരെ ആത്മീയ കോളത്തിൽ കയറിയെന്നുള്ളത് സത്യമാണ്. ആത്മീകമായ ദൈവികമായ നിർമ്മലമായ ദൈവിക വചന സത്യങ്ങളെ ഇന്ന് ചോർത്തി കപടയ്ക്കും കപടവിശ്വാസത്തിനും ആ നിലകളിലുള്ള പല ശുശ്രൂഷകൾ ഇതിനകത്ത് കയറിയിട്ട് സത്യമേതാന്ന് പോലും തിരിച്ചറിയാതെ കൈകൊട്ടും പാട്ടും കേൾക്കുന്നിടത്തോട്ട് ജനം ഓടിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും 4 മറുഭാഷ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അവർക്കതാ താല്പര്യം. പക്ഷേ വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും നിർമ്മലമായ വിശുദ്ധിയും ദൈവിക സത്യങ്ങളും ഇന്ന് ചോർന്നു പോകുന്ന ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ
ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഭേദാഭേദങ്ങളെ വിവേചിക്കണമെന്ന് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞെങ്കിൽ അതേ വാക്ക് നമ്മോടും ദൈവം സംസാരിക്കുക. ഇന്ന് സഭകൾ എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക. എവിടെ തിരിഞ്ഞാലും സഭകൾ ഉണ്ടാകട്ടെ. ദൈവസഭ വളരണം, ഉയരണം. ആമേൻ. ഉന്നതമായ അനുഭവത്തിൽ അനേകമായി ഇത് പടരണം. അത് ആവശ്യമാണ്. പക്ഷേ വചനത്തിൻ്റെ സത്യത്തിലും ദൈവവചനത്തിൻ്റെ വ്യക്തമായ ഉപദേശങ്ങളിലും തിരുസഭ വളരുന്നില്ലെങ്കിൽ മറ്റത് കപടയാന്നുള്ളത് മറന്നു പോകരുത്. ആമേൻ. കപടയുടെ പുറകെ അതും ഇങ്ങനെ നിൽക്കുക. പക്ഷേ യഥാർത്ഥമായിരിക്കുന്ന നെന്മണിയുടെ അനുഭവമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാമല്ലോ, സ്നാപകനായ യോഹന്നാൻ പറഞ്ഞൊരു പദമുണ്ട്, കൊയ്ത്ത് ആമേൻ മുറം വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും. സ്തോത്രം. കോതമ്പ് അതിൻ്റെ ശരിയായ മണി കേട്ടോ കളപ്പുരയെ ശേഷിപ്പിക്കും, ബാക്കിയുള്ളതിനെല്ലാം ചുട്ടുകളയും. ഇതെത്ര അവസാനമെന്ന് നാം വേറൊരു ഭാഗത്ത് വായിക്കുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ശരിയായ നിലവാരത്തിൽ ആത്മീക പക്വതയിലും കൃപയിലും ദൈവവചനത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ വിശുദ്ധിയെ പാലിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ദൈവികമായ അനുഭവത്തിൽ നിലനിൽക്കണം. അല്ലാത്തതിനെ വിവേചിച്ച് മനസ്സിലാക്കണം, അശുദ്ധമായതിനെ വിവേചിക്കണം, അതിനെ ഉരച്ചു നോക്കണം. ദൈവവചന പ്രകാരം അത് ശരിയോ എന്ന് ഉരച്ചു നോക്കി വിവേചിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് ഓർപ്പിക്കുകയാണ്. പിന്നെയും ഒരു കാര്യം തന്നെ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ നാളിൽ എങ്ങനെയുള്ളവരായിരിക്കണം? നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. സ്തോത്രം. കർത്താവിൻ്റെ നാൾ വരെ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? നിർമ്മലന്മാരായിരിക്കണം, ഇടർച്ചയില്ലാത്തവരായിരിക്കണം. കേട്ടോ, നിർമ്മലന്മാരെന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം ഏലിക്രിമിയേസിസ് എന്ന് പറഞ്ഞാൽ അശുദ്ധമാകാത്ത, തിന്മയുടെ കലർപ്പില്ലാത്ത, ശുദ്ധമായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അശുദ്ധിയുടെ കലർപ്പ് ചേരാത്ത, ശുദ്ധമായ നിർമ്മലന്മാരായിരിക്കാൻ, ശുദ്ധമായ അനുഭവത്തിൽ നിലനിൽക്കുവാൻ കഴിയണം. സുതാര്യമായ അനുഭവത്തോടുകൂടെ. ഇംഗ്ലീഷ് ബൈബിളിൽ പവിത്രമെന്ന്, പ്യുവർ എന്നൊരു പദം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിർമ്മലന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ആ ഒരു അനുഭവത്തെക്കുറിച്ച് പ്യുവർ, പവിത്രമായ, വിശുദ്ധമായ, അതിവിശുദ്ധമായ ഒരനുഭവത്തെക്കുറിച്ചാണ് എന്നവിടെ കാണുവാനായിട്ട് കഴിയും. ആ സ്തോത്രം. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കർത്താവ് പഠിപ്പിച്ചതാ. ഞാൻ നിർമ്മലനായിരിക്കുന്ന പോലെ, അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. അവൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തും. പക്ഷെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ എന്ത് ചെയ്യണം? നിർമ്മലീകരിക്കണം. നിർമ്മലൻ, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ. അങ്ങനെയുള്ളൊരു മഹാപുരോഹിതനെ കുറിച്ച് എബ്രായത്തിൽ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നില്ലേ? ഉണ്ട്. അങ്ങനെ ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അവനെ നോക്കാനാ പറഞ്ഞത്, അവരിൽ നിന്ന് പ്രാപിക്കാനാ പറഞ്ഞത്. ആമേൻ. അവനെ മാതൃകയാക്കാനാ പറഞ്ഞത്. മറ്റാരുമല്ല നമ്മുടെ മോട്ടോ, നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക ഈ നല്ല കർത്താവാണ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഫിലിപ്പിയിലെ വിശ്വാസിയോട് പറയാൻ, നിങ്ങൾ ആരായിരിക്കണം? പവിത്രതയുള്ളവർ, നിർമ്മലന്മാരായിരിക്കണം എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ സകല വിശ്വാസികളും നിർമ്മലന്മാരായി കാണപ്പെടുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിർമ്മലത വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിലാണ്. അന്നെല്ലാവരും നിർമ്മലന്മാരായിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇടർച്ചയില്ലാത്തവർ, ബ്ലെയിംലെസ്. ഗ്രീക്ക് പദം അപ്രോസ്കോപ്പായി എന്നൊരു പദമാണ് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത്. നിർദോഷമായ, ദൈവത്തോടോ മനുഷ്യരോ ഇടർച്ചയ്ക്ക് കാരണമാകാത്ത എന്നിങ്ങനെ
ഉള്ളൊരർത്ഥമാണ് അതിന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസികൾ മറ്റുള്ളവർക്ക് ഇടർച്ചയും തടങ്കൽ പാറയുമാകാതെ സ്വയം സൂക്ഷിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ തങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുവാൻ പഴുതില്ലാത്തവരായി വർത്തിക്കേണ്ടതും ആവശ്യമാണ്. നമുക്കറിയാം, നന്നായി ജീവിച്ചാൽ പോലും നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്ന അനവധി സംഭവങ്ങളുണ്ട്. നമ്മളെ ചോദ്യം ചെയ്യുന്ന അനവധി വിഷയങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചയില്ലാത്തവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വാസികളുടെ നടുവിൽ, മറ്റുള്ളവരുടെ നടുവിൽ നമ്മുടെ ജീവിതം നല്ലൊരു സാക്ഷ്യമായി മാറുവാൻ. നമുക്കറിയാം, അനേകരെ ശുശ്രൂഷകളിൽ സാക്ഷ്യം നഷ്ടപ്പെടുന്നവരായി, പിശാചിനെ പ്രവർത്തിക്കുവാൻ ഇടമൊരുക്കുന്നവരായി, ഐക്യവും ദൈവികമായ അനുഭവങ്ങളുമൊക്കെ നഷ്ടപ്പെടുത്തി ഇടർച്ച വരുത്തുന്നു. അന്യോന്യമുള്ള ഐക്യങ്ങൾ നഷ്ടപ്പെടുത്തി അതിൻ്റെ നടുവിൽ പിളർപ്പുണ്ടാക്കുന്ന, കേട്ടോ, അതാണ് ഇടർച്ച എന്ന് പറയും. പിളർപ്പുണ്ടാക്കുന്ന അനേകരെ മലാഖിയുടെ പ്രവചനം 2:8 അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഐക്യം ദൈവികവും പിളർപ്പ് പൈശാചികവുമാണെന്ന് നമുക്കിവിടെ പഠിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മലാഖി 2:8, മത്തായി സുവിശേഷം 18:7 ഇടർച്ച വരുത്തുന്നവൻ ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം ഉണ്ടോ. ആകയാൽ യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുവീൻ. 1 കൊരിന്ത്യർ 10:32. ശ്രദ്ധിക്കണമേ, 3 കാറ്റഗറിയിൽ പെടുന്നവരാണ് ഇന്ന് ലോകത്തുള്ളത്. 1 ദൈവസഭ, 2 യഹൂദന്മാർ, 3 യവനന്മാർ അഥവാ ജെൻഡേഴ്സ്, ജാതികൾ. ഈ 3 ഗ്രൂപ്പിനും ഇടർച്ചയില്ലാത്തവരാകുവീൻ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി ഓർപ്പിക്കുന്ന ഭാഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു തന്നിരിക്കുന്ന ദൈവസ്നേഹത്താലും വചനത്താലും പൂർണ്ണ സമർപ്പണത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായി തീരുവാനാണ് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്, ആക്കിയിരിക്കുന്നത്. അത് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്. മറ്റൊരു പദമാണ് നീതിയുടെ ഫലം നിറഞ്ഞവരുമായിരിക്കണം. കണ്ടോ, ഈ പ്രയോഗത്തിൽ യെശയ്യാപ്രവചനം 32, ആമോസ് 6:12, പുതിയ നിയമത്തിൽ എബ്രായർ 12:11, ഈ വേദഭാഗങ്ങളിലൊക്കെ ഫലം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ഉളവാക്കുന്നതായിരിക്കണം. കേട്ടോ, നമ്മുടെ പ്രവൃത്തിയുടെ ഫലമെന്ന് പറയുന്നത്, വാസ്തവത്തിൽ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമെന്ന് പറയുന്നത് നാം മനസ്സിലാക്കണം. സ്തോത്രം, അതിനെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രവൃത്തിയുടെ കടപുരണ്ട തുണി പോലെയാണ് നമ്മുടെ പ്രവൃത്തി. പക്ഷേ ദൈവികമായ പ്രവൃത്തിയുടെ അനുഭവമാണ് നമ്മെ നീതീകരണത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ആ ദൈവിക നീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൽ ഫലമുള്ളവരായി തീരത്തക്ക നിലയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ആത്മീയ ഫലമുണ്ടാകുവാനുള്ള വ്യവസ്ഥകൾ, 1 പരിശുദ്ധാത്മാവാകുന്ന ജീവജലവുമായുള്ള സമ്പർക്കമാണ്. സങ്കീർത്തനങ്ങൾ 1:3, യിരെമ്യാവ് 17:7-8 ഈ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മീയമായ ഗ്രാഹ്യശക്തിയാണ് നമ്മളെ ഫലമുളവാക്കുവാനിടയാക്കുന്നത്. മത്തായി 13:23. പഴയ ജീവിതത്തെ മരിപ്പിക്കുക അഥവാ സ്വയം മരിക്കുക, അതാണ് നമ്മെ ഫലത്തിലേക്ക് കൊണ്ടുവരുന്നത്. നാം ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 12:24, ശത്രുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. അടുത്തത് നാം വായിക്കുന്നു, ചെത്തി വെടിപ്പാക്കുന്നത് നമ്മിൽ ഫലമുളവാക്കുവാനാണ്. ക്രിസ്തുവുമായുള്ള സജീവമായ ആത്മീയ ബന്ധത്തിലേക്ക് വരിക. യോഹന്നാന്റെ സുവിശേഷം 15:2 ഇത് നമ്മിൽ ഫലമുളവാക്കുന്നതാണ്. നീതിയുടെ ഫലത്താൽ നിറഞ്ഞവരുമായിരിക്കണം. ഫിലിപ്പിയിലെ വിശ്വാസിയോട് പറയുക, ദൈവനീതി നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഫലം കൊണ്ട് നിങ്ങൾ നിറയണം. നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ, മുന്തിരിയിൽ അത്തിക്കായി കായ്ക്കുമോ? ഇല്ല. വൃക്ഷം എന്താണോ അതായിരിക്കും അതിൻ്റെ ഫലം.
നമ്മുടെ വേരെവിടെയാണോ അതിലാണ് ഫലകരമായ അനുഭവം നമ്മളുണ്ടാകുന്നത്. കർത്താവിൽ നമ്മുടെ വേര് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായ ശക്തി വെളിപ്പാക്കലുമായി ജീവിതത്തിൽ നമ്മെ തന്നെ ഒരുക്കുന്നെങ്കിൽ ഫലകരമായ വിജയകരമായ ഒരു മുന്നേറ്റം ദൈവം നമുക്ക് തരുവാനിടയായിത്തീരും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നതാണ്. 4 കാര്യം പ്രധാനമായി ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. 1, ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കവിഞ്ഞ് മുന്നേറുന്നവരായിരിക്കണം. 2, ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായിരിക്കണം. 3, നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. 4, നീതിയുടെ ഫലത്താൽ നിറയപ്പെട്ടവരായിരിക്കണം. പൗലോസ് പറയുകയാണ്, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വചനം കേട്ട് എല്ലാവരെയും കർത്താവ് രക്ഷിക്കുകയും ഈ നിലകളിലുള്ള ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഫലകരമായ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായി ദൈവസഭയ്ക്ക് സ്നേഹത്താൽ നിറയപ്പെട്ടവരും നിർമ്മലന്മാരുമായിരിക്കാൻ ഏവർക്കും കൃപ ചെയ്താട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.